ഇപ്പൊ നമ്മള് പാഠം 1 ദമീറിനെ കുറിച്ചാണല്ലോ പഠിച്ചത്. ഇനി നമുക്ക് അതിന്റെ ഇംഗ്ലീഷിലൊക്കെ പറയും പോലെ പേഴ്സൺ ആക്കിയിട്ട് നമുക്ക് പഠിക്കാം. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അഥവാ ഫസ്റ്റ് പേഴ്സണിൽ ഇപ്പൊ നമ്മള് ഐ വി, ഞാൻ ഞങ്ങൾ എന്നാണല്ലോ. അതുപോലെ തന്നെ ഉറുദുവിലും മുത്തക്കല്ലിം, നമ്മൾ അറബിയിലെ ഈ മീസാനൊക്കെ പഠിച്ചവർക്ക് അറിയാം. അറബി കിതാബൊക്കെ പഠിച്ചവർക്ക് മീസാൻ എന്ന കിതാബൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ലമീറിനെ കുറിച്ച് പഠിച്ചവർക്ക് മനസ്സിലാവും. ഇപ്പൊ മുത്തക്കല്ലിം എന്ന് പറയും അറബിയില്. അവിടെ ഫസ്റ്റ് പേഴ്സണിൽ ഉപയോഗിക്കുന്നത് മൈ, ഹം. മൈ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹം ഞങ്ങൾ, ഞമ്മൾ രണ്ടും ഉപയോഗിക്കും. അതില് സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തു, തും, ആപ്പ്. തു, തും, ആപ്പ്. തു എന്ന് പറഞ്ഞാൽ നീ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ. ഉറുദുവില് പിന്നെ തു എന്ന പ്രയോഗം കുറവാണ്. അഥവാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന പതിവ് കുറവാണ്. അധികം ബഹുമാനത്തോടു കൂടി തും, ആപ്പ് എന്നൊക്കെയാണ് പരമാവധി ഉപയോഗിക്കാറുള്ളത്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകളെയൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ പ്രായമുള്ളവരെ, പിന്നെ വലിയ വലിയ ആൾക്കാരെ, താടിയുള്ള ആൾക്കാരെ, തങ്ങന്മാരെ, മഹാന്മാരെ, പണ്ഡിതന്മാരൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആപ്പ് എന്ന ലമീറാണ് ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ തേർഡ് പേഴ്സണിൽ ഉപയോഗിക്കുമ്പോൾ പ്രമുഖ പുരുഷൻ, അതായത് ഓയിബ് എന്ന് പറയും. ഹാലർ എന്ന് പറഞ്ഞാല് മുമ്പിലുള്ള ആള്, ഹാലർ ആയവൻ. ഓയിബ് എന്ന് പറഞ്ഞാല് മറഞ്ഞത്. ഇനി തേർഡ് പേഴ്സൺ ആണല്ലോ, അതിലും 2 പ്രൊണൗണുകളാണ്. അപ്പൊ ഫസ്റ്റില് 2 പ്രൊണൗണുകളും സെക്കൻഡ് പേഴ്സണിൽ 3 പ്രൊണൗണുകളും മൂന്നാമത്തേതിൽ തേർഡ് പേഴ്സണിലും ഇതുപോലെ തന്നെ 3 ഉണ്ട്. അതിൽ ഒന്ന് വോ. വോ എന്ന് പറഞ്ഞാല് അവൻ, അവൾ, അവർ, അത്, അവ, ആ. പിന്നെ എ എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാല് ഹാദ, ഹാദി എന്നൊക്കെ കേട്ടിട്ടില്ല. ഇവൻ, ഇവൾ, ഇവർ, ഇത്, ഇവ, ഈ. അതുപോലെ തന്നെ ഇതിലും ആപ്പ് എന്നുള്ള ആ ഒരു പ്രണൗണും, ആപ്പ് എന്നതിന് താങ്കൾ എന്നാണല്ലോ അർത്ഥം. ആ ആപ്പ് എന്നുള്ളതിന് അദ്ദേഹം എന്നും പ്രയോഗിക്കാറുണ്ട്. ഇപ്പോ ഉറുദുവിലൊക്കെ ഇപ്പൊ മഹാന്മാര്, നബിമാര്, സഹാബാക്കളൊക്കെ പറ്റി എന്തെങ്കിലും ഹദീസുകളൊക്കെ നിവേദനം ചെയ്യുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയെ और आपने फरमाए, അദ്ദേഹം പറഞ്ഞു, ആപ്പിനെ ഫർമായ എന്നൊക്കെ ഉറുദുവിൽ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ നബിത്തങ്ങൾ വന്നു, നബിത്തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആപ്പിനെ ഫർമായെ എന്ന് പറയുന്ന കൂട്ടത്തിൽ ആപ്പ് എന്ന പ്രണൗണും ഇതുപോലെ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ആപ്പ് എന്നുള്ളതും തേർഡ് പേഴ്സണിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്.